എൻ്റെ പെങ്ങന്മാരെയും ഉമ്മാനെയും എന്തെല്ലാം വർത്താനം അവൾ പറയുന്നു. പിന്നെ അതേപോലെ എൻ്റെ ഉപ്പ നെഞ്ഞുരുകി ഞാൻ കൊന്നു 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 നെഞ്ഞുരുകി ചത്തു എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ഉപ്പാക്ക് സത്യം പറഞ്ഞാൽ സൈലൻ്റ് അറ്റാക്കാണ്. എൻ്റെ ഉപ്പ രാത്രി ഒരു 8:30 ആകുമ്പോൾ പണിക്ക് പോയി. 9:30 ആകുമ്പോഴത്തേനും എൻ്റെ ഉപ്പ മരിച്ചു. ഹോസ്പിറ്റലിൽ എത്തിയില്ല, അതിന് മുന്നേ മരിച്ചു. ജീവിതമാകുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. ഷാജിയ, നിന്നെപ്പോലത്തെ പ്രശ്നങ്ങൾ എന്തായാലും എൻ്റെ കുടുംബത്തിലില്ല. എൻ്റെ കുടുംബത്തിൽ നിന്നേക്കാളും സമാധാനം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ സമാധാനമല്ല. എൻ്റെ ഇപ്പോൾ പോയത് വേറൊരു കാര്യം. ഇപ്പോൾ പോയതിൻ്റെ പിന്നാലെ നിൻ്റെ ഈ പറച്ചിൽ വേറെ. എല്ലാം കൊണ്ടും തളർന്നിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ ഉമ്മ ഇപ്പോൾ ഹോസ്പിറ്റലിലുള്ളത്. അവൾ ഇന്നെല്ലാം വർത്താനം പറഞ്ഞ് അപ്പം തുടങ്ങിയത് എൻ്റെ ഉമ്മക്ക് വയ്യായി. ഇപ്പോൾ പത്തിരിപ്പാലം മിത്ര എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുണ്ട്. നിനക്കിതിനുള്ളത് ഷാജി നിനക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. പിന്നെ അതേപോലെ എൻ്റെ പെങ്ങളുടെ കാര്യം. എൻ്റെ പെങ്ങൾ അരി പൊടിക്കാൻ പോയിട്ടാണെന്നൊക്കെ പറഞ്ഞ് അവൾ പറഞ്ഞു. എൻ്റെ പെങ്ങൾ അരി പൊടിക്കാൻ പോയിട്ട് തൃശ്ശൂരെത്തിയാലും എൻ്റെ പെങ്ങൾ ഇപ്പോൾ 2 കുട്ടികളെയും പ്രസവിച്ച് നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട്. എടി ഷാജിദ, നിനക്ക് ഇതിനുള്ളത് കിട്ടും ഉറപ്പായിട്ടും.